നമുക്ക് നല്ല അടിപൊളി മാംഗോ ഐസ്ക്രീം ഉണ്ടാക്കിയെടുത്താലോ? കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് പെട്ടെന്ന് നല്ല അടിപൊളി ഒരു മാംഗോ ഐസ്ക്രീം ഉണ്ടാക്കിയെടുക്കാം. എങ്ങനെയാണെന്ന് കണ്ടാലോ? അതിനായിട്ട് ഞാനിപ്പോൾ നമ്മുടെ നാടൻ മാങ്ങയാണ് കേട്ടോ. ഞങ്ങളിവിടെ ഇതിന് വെള്ളംകൊള്ളി മാങ്ങ എന്നാണ് പറയാറ്. നിങ്ങളുടെ നാട്ടിൽ ഇനി എന്ത് പേരാണെന്ന് എനിക്കറിയില്ല കേട്ടോ. 5 മാങ്ങ എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലൊരു 3/4 കപ്പോളം ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റിയിട്ടുണ്ട്. ബാക്കി വലിയ കഷ്ണങ്ങളായിട്ട് ഒരു 1.5 കപ്പ് മാങ്ങയുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. അതിലൊരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 3 ടേബിൾ സ്പൂൺ വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് നന്നായിട്ട് മെൽറ്റായി, പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിരിക്കുന്ന മാങ്ങ, ഒരു 3/4 കപ്പ് മാങ്ങയുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, അതിനെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഫ്ലെയിം കൂട്ടി തന്നെ വെച്ച് കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ ഇതൊന്ന് നന്നായിട്ട് ആ പഞ്ചസാരയുടെ സിറപ്പെല്ലാം ഒന്ന് വറ്റി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണേ. നമ്മൾ മാങ്ങയുടെ കുഞ്ഞു പീസസ് ഈ ഐസ്ക്രീമിലേക്ക് ഡയറക്റ്റ് ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ അതിനൊരു ടേസ്റ്റ് വ്യത്യാസം വരും കേട്ടോ. അങ്ങനെ വരാതിരിക്കാനായിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ അതിലെ ആ ഷുഗർ സിറപ്പ് എല്ലാം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി മിക്സിയുടെ ഒരു ബ്ലെൻഡർ എടുക്കുക. അതിലേക്ക് 1.5 കപ്പ് മാങ്ങ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് അടിച്ചെടുക്കുക. വെള്ളം ഒന്നും ചേർക്കരുത്. അടിച്ചെടുത്ത് കൊണ്ടുവന്നപ്പോൾ 250 ml കപ്പിൽ 1 കപ്പ് പ്യൂരി ഉണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനൊരു 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ചേർക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ 1/4 കപ്പ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർക്കേണ്ടത്. പൊടിക്കാത്ത പഞ്ചസാരയാണ് കേട്ടോ ചേർക്കുന്നത്. ഇനി അതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പ്യൂരി കുറഞ്ഞതൊരു 3/4 കപ്പെങ്കിലും വേണം കേട്ടോ. എങ്കിലാണ് ആ മാങ്ങയുടെ ഫ്ലേവർ നന്നായിട്ട് ഐസ്ക്രീമിൽ കിട്ടുകയുള്ളൂ. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് നന്നായിട്ട് തിളച്ചതിന് ശേഷം ഒരു 2-3 മിനിറ്റ് കൂടി ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്കതിനെ ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കുക. നന്നായിട്ട് തണുത്ത് കിട്ടട്ടെ അത്. ഇനി നമുക്ക് മറ്റൊരു ബൗളിലേക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിനെ നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റർ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിക്സിയുടെ ജാറിൽ ചെയ്യാവുന്നതാണേ. മിക്സിയുടെ ജാറ് ഏകദേശം ഒരു 2 മണിക്കൂറോളം നന്നായിട്ട് ഫ്രീസറിൽ വെച്ചൊന്ന് തണുപ്പിച്ചതിന് ശേഷം അതിലേക്ക് ക്രീം ചേർത്തിട്ട് ഹൈ സ്പീഡിലിട്ടിട്ട് നന്നായിട്ട് ഒരു 35 സെക്കൻഡൊക്കെ ഒന്ന് അടിച്ചെടുക്കുമ്പോഴേക്കും ക്രീം നന്നായിട്ട് വിപ്പായി കിട്ടും. ഞാനിപ്പോൾ നന്നായിട്ട് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തതിന് ശേഷം സ്ലോ സ്പീഡിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ കേക്കിനൊക്കെ വിപ്പ് ചെയ്യുന്നത് പോലെ അത്രയും സ്റ്റിഫായിട്ട് ബീറ്റ് ചെയ്യില്ല. ജസ്റ്റ് നന്നായിട്ടൊരു ക്രീമി ടെക്സ്ചറായി വരുമ്പോൾ ബീറ്റർ മാറ്റി വയ്ക്കുക. ഇനി നമുക്കിതിലേക്ക് നന്നായിട്ട് തണുത്തിരിക്കുന്ന ആ ഒരു മാംഗോയുടെ പ്യൂരി ഉണ്ടല്ലോ, അതിനെ ഒരു 1-2 തവണയായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓവറായിട്ട് മിക്സ് ചെയ്യരുത്. എന്തായിട്ട് നമ്മളിങ്ങനെ കുത്തി ഇളക്കരുത്. ഒരു സൈഡിലേക്ക് മാത്രം നന്നായിട്ട് സോഫ്റ്റായിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. വീഡിയോസൊക്കെ കാണുന്ന കൂട്ടുകാർക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. നമ്മുടെ മാംഗോയുടെ പ്യൂരി മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് ഒഴിക്കുമ്പോൾ തന്നെ അങ്ങ് അടിയിൽ പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് അടിഭാഗം ചേർത്തിങ്ങനെ നമ്മൾ ഇളക്കിയെടുക്കണം. സ്പാച്ചുല വെച്ച് ഇളക്കുന്നതാണ് ബെസ്റ്റ് ഓപ്ഷൻ കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കണം. തിളപ്പിച്ച് തണുത്ത പശുവിൻ പാലാണ് കേട്ടോ. അത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അതും കൂടി മിക്സ് ചെയ്തെടുക്കാവുന്നതാണേ. ഇപ്പോൾ നമ്മുടെ മിക്സിംഗ് പരിപാടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ട്രേയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു ഗ്ലാസിൻ്റെ പുഡിംഗ് ട്രേയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്കൊരു നല്ല എയർ ടൈറ്റായിട്ട് വെക്കാൻ പറ്റിയൊരു കണ്ടെയ്നറിലായാലും അതിലേക്ക് മാറ്റാവുന്നതാണേ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പഞ്ചസാരയിലിട്ടൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്തെടുത്ത ആ ഒരു മാംഗോയുടെ പീസസ് ഇട്ട് കൊടുക്കാം. മുകളിലിട്ടതിന് ശേഷം നമുക്ക് ആ ഒരു സ്പാച്ചുല വെച്ച് തന്നെ നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണേ. എല്ലാ ഭാഗത്തേക്കും ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ചൊന്ന് ഡെക്കറേഷന് വേണ്ടി മുകൾ ഭാഗത്തായിട്ടും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയൊരു ക്ലിംഗ് റാപ്പ് വെച്ച് നന്നായിട്ട് കവർ ചെയ്ത് വെക്കുക. എയർ ടൈറ്റായിട്ട് വെക്കാൻ പറ്റിയ പാത്രമാണെങ്കിൽ അങ്ങനെ ചെയ്ത് വെക്കാവുന്നതാണ്.
ഞാനിപ്പോൾ പുഡിംഗ് ട്രേ ആയതുകൊണ്ടൊരു പ്ലാസ്റ്റിക് ഷീറ്റ് വെച്ച് അതൊന്ന് കവർ ചെയ്ത് വെക്കുകയാണ്. അതിൻ്റെ മുകൾ ഭാഗത്ത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഒട്ടിച്ച് വെക്കണം. ഇല്ലെങ്കിൽ ചിലപ്പോൾ അതിനകത്ത് ക്രിസ്റ്റൽ രൂപപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് ഒട്ടിച്ചതിന് ശേഷം നമുക്കിതിനെ ഒരു ഓവർനൈറ്റ് ഫ്രീസ് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ പിറ്റേന്ന് രാവിലെയാണ് ഇപ്പോൾ ഈ ചെയ്യുന്നത്. നമ്മളിത് ഐസ്ക്രീം സ്കൂപ്പ് ചെയ്യുന്നതിന് മുൻപ് എന്ത് വെച്ചാണോ നമ്മൾ സ്കൂപ്പ് ചെയ്യുന്നത് അതിനെ ജസ്റ്റ് ഒന്ന് ചൂട് വെള്ളത്തിൽ ഒന്ന് മുക്കിയതിന് ശേഷം സ്കൂപ്പ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് വിട്ട് കിട്ടും കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഐസ്ക്രീമാണ്. നമ്മൾ ഒരിക്കൽ ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പുറത്തുനിന്ന് ഐസ്ക്രീം വാങ്ങില്ല. അത്രയ്ക്ക് ടേസ്റ്റുള്ള നല്ല അടിപൊളി ഐസ്ക്രീമാണ്. ഇടയ്ക്കിടയ്ക്ക് ആ മാംഗോ പീസസൊക്കെ കടിക്കാൻ കിട്ടുന്നുണ്ടല്ലോ, അടിപൊളിയാണേ. എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരെ ബൈ.